എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിന്റെ അധികാരത്തിൽ നിന്ന് ഈ നാടിനെ കട്ടുമുടിച്ച, ഈ നാടിനെ ഭരിച്ചു തുലച്ച പിണറായി വിജയന്റെ ഭരണത്തെ ഇങ്ങുപുറത്ത് വെളിപ്പാടുകള് തൂതപ്പുഴയുടെ കുഞ്ഞോരങ്ങൾക്ക് സമ്മാനിച്ചതിനു ശേഷമാണ് ഈ പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി എന്ന് പറയുന്ന രാജവീതിയിലൂടെ ഈ രാജവീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ നാട്ടിലെ യുവരത്നങ്ങൾ കടന്നു വരുന്നത്. ഇതൊരു സൂചനയാണ്. സഖാക്കളോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു സൂചനയാണ്. ബംഗാളിനെ പോലെ ഒരു പാർട്ടി ഓഫീസ് പോലും ഇല്ലാത്ത ഒരു നാടായി ഈ കേരളക്കരയിൽ CPIM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതപ്പതിക്കാൻ പോവുകയാണ് എന്നതിനുള്ള ഒരു സൂചനയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളുടെ അഹങ്കാരത്തിനേറ്റ അടിയാണ്. ഇത് നിങ്ങളുടെ ധാർഷ്ട്യത്തിനേറ്റ അടിയാണ്. ഇത് നിങ്ങളുടെ ഞങ്ങളാണ് വലുത് എന്ന ഏറ്റവും വലിയ അഹംഭാവത്തിനേറ്റ തിരിച്ചടിയാണ്. നാട് ഭരിക്കാനറിയാതെ ഒരു ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഈ നാട്ടിലെ ക്രമസമാധാന നിലയാകെ തകർത്ത് തരിപ്പണമാക്കിയ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും പരാജിതനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കേറ്റ ഏറ്റവും വലിയ അടിയാണ്. ഈ നാടിന്റെ ആശുപത്രികളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ജീവനുകൾ നിത്യേന പൊലിഞ്ഞു പോയപ്പോ നിസ്സംഗമായി നോക്കി നിന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനോട് പരാജയപ്പെട്ട് തോറ്റു തിന്നം പാടിയ രാത്രിയാണിത്. ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അടിയാണ്. ഡസൻ കണക്കിന് മന്ത്രിമാർ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് CPIM-ന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഉയർത്തി കാണിക്കാനില്ലാത്ത രൂപത്തിൽ 35 എന്ന് പറയുന്ന വിരലിലെണ്ണാവുന്ന സംഖ്യയിലേക്ക് നിങ്ങൾ ചുറ്റിച്ചുരുണ്ടുപോയ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇതിലും വലിയ ഒരു തിരിച്ചടി, ഇതിലും വലിയ ഒരു പരാജയം നിങ്ങൾക്കിനി ഏറ്റുവാങ്ങാനില്ല എന്ന് CPM-കാരോട് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആദർശത്തിന്റെ പുറത്ത് രാഷ്ട്രീയം പറഞ്ഞ, പണത്തിന്റെ പെരുപ്പം കൊണ്ടല്ല ആദർശം കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ നാട്ടിലെ മതേതര കേരളം നൽകിയ മാൻഡേറ്റാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ അഗ്രസീവ് ഒപ്പോസിഷൻ ലീഡർ, ഏറ്റവും അഗ്രസീവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറയുന്ന കരുത്തുറ്റ മനുഷ്യന്റെ, കരുത്തുറ്റ രാഷ്ട്രീയ ചാണക്യന്റെ വിജയമാണ് എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ പരിഹസിച്ചവർക്ക് മുമ്പിലേക്ക് 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് എന്ന് VD സതീശൻ പ്രഖ്യാപിച്ചപ്പോ അതിന് നേരെ കൊഞ്ഞനം കൊട്ടിയ സഖാക്കളെ നിങ്ങളിത് കണ്ടോളൂ. 100-ലധികം സീറ്റുകളുമായി കേരളത്തിന്റെ അനന്തപുരിയുടെ വിഹായുസിലേക്ക്, അനന്തപുരിയുടെ രാജകീയതയിലേക്ക് UDF-ന്റെ പുലിക്കുട്ടികൾ ഇതാ നടന്നു കയറുകയാണ്. ഇത് നിങ്ങൾക്കുള്ളൊരു താക്കീതാണ്. പെരിന്തൽമണ്ണയാണിത്. ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. പെരിന്തൽമണ്ണ ഏത് പെരിന്തൽമണ്ണ എന്നറിയാമോ? നിങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് ബോഡി ഷേമിംഗ് നടത്തിയില്ലേ? നിങ്ങൾ ബോഡി ഷേമിംഗ് നടത്തിയിട്ട് പറഞ്ഞില്ലേ 8.25 അട്ടിയിട്ട പോലെ ഒരു MLA എന്ന് ഉയരത്തെ പരിഹസിച്ച നജീബ് കാന്തപുരം ഇന്ന് 30,032 വോട്ടിന്, എത്ര വോട്ടിന്? 30,032 വോട്ടിന് ഈ പെരിന്തൽമണ്ണ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയാൻ കടന്നു വരുന്നത്. ഓരോ UDF പ്രവർത്തകനും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അഭിമാനത്തോടുകൂടെ നട്ടെല്ല് നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സഖാക്കളെ പോലെ അപവാദ വ്യവസായം പടച്ചുവിട്ട് അപവാദ വ്യവസായത്തിന്റെ വൈതാരികന്മാർ പേര് ഒളിച്ച പാറമടകളെ നിന്ന് ചൂട്ടുകത്തിച്ച് തിരയുന്ന രാത്രിയാണിത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളുണ്ട്, സഖാക്കളായിട്ടുള്ള പല സുഹൃത്തുക്കളും. ഇന്നലെ പോലും ഫേസ്ബുക്കിൽ വീമ്പിളക്കിയ എന്റെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത്, ഈ നാട്ടുകാരനായ ഒരു സുഹൃത്ത്, അവനിവിടെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവനോടായി ഞാൻ പറയുന്നു, നിങ്ങൾ കാണുന്നതല്ല കേരളത്തിന്റെ രാഷ്ട്രീയം. ഈ നാട്ടിലെ സഖാക്കൾക്ക് പോലും, ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരന് പോലും, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് പോലും വെറുത്ത
വെറുത്ത ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറിയതിന്റെ പരിണിത ഫലമാണ് ഈ 35 വോട്ടിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോയത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊട്ടും അഹങ്കരിക്കുന്നില്ല. ഇത് ജനങ്ങൾ നൽകിയ ഒരു മാൻഡേറ്റായി കണ്ട്, ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരമായി കണ്ട്, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളോട് ഓരം ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, UDFന്റെ പ്രവർത്തകന്മാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. വോട്ട് നൽകിയ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഒരു ഉറപ്പ് കൂടെ ഞങ്ങൾ തരുകയാണ്. 100-ലധികം സീറ്റുകളുമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരു ഇരുട്ടിന്റെ മറവിലും വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യുന്ന BJPയോട് ഡീൽ ചെയ്യുന്ന ഒരു സർക്കാരായിരിക്കും, അതല്ലെങ്കിൽ ഒരു നേതാക്കളായിരിക്കും UDFന്റെ നേതാക്കളെന്ന് നിങ്ങൾക്ക് അപമാനഭാരം ചുമക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ഇരുട്ടിന്റെ മറവിലും ആദർശത്തെ പണയം വെച്ചുകൊണ്ട് വർഗീയ കോമരങ്ങളോട് കൂട്ടുകൂടാൻ UDFന്റെ നേതാക്കളെ കിട്ടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് നൽകി വിജയിപ്പിച്ച മുഴുവൻ മനുഷ്യർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ